ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വിവാഹം കഴിക്കാതെ നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചോടി. ആരുടെ കുഞ്ഞിനെ? എങ്ങനെയത് സംഭവിച്ചേ? അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ജീവൻ വേണ്ടതുപോലെ നോക്കി ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ നോക്കി ചെയ്യണ്ടേ? വേണം. മോക്ക് ബിസ്ക്കറ്റ് തീർന്നുപോയി. വൈകിയാൽ ശരിയാവില്ല. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. ജീവൻ, ജീവൻ നിക്ക്. ജീവൻ, എനിക്ക് ജീവനോട് സംസാരിക്കാനുണ്ട്. നിന്നെ പോലെ ഒരുത്തിയോട് എനിക്ക് സംസാരിച്ച് കളയാൻ സമയമില്ല, മനസ്സിലായോ? നിന്നെ പോലൊരു പൊട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ എന്താ നീ വിളിച്ചേ? വ്യക്തമായിട്ട് കേട്ടല്ലോ. പൊട്ടാന്ന് തന്നെയാ വിളിച്ചത്. ഇതിനേക്കാൾ നല്ല പേര് വേറെന്താ നിനക്ക് ചേരാ? വീട്ടിലുള്ള അമ്മ, അച്ഛൻ, അനിയത്തി, എന്തിന് വീട്ടിലുള്ള വേലക്കാര് വരെ നിന്നെ പൊട്ടം കളിപ്പിക്കല്ലേ? ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ മറന്നിട്ടില്ലല്ലോ നീ. എന്റെ കൈകൊണ്ട് നിന്നെ ചാവണം നിനക്ക്. നിന്റെ കൈകൊണ്ട് ചാവുന്നത് നാണക്കേടാ. എന്തിനാടാ താൻ ഇങ്ങനെ ജീവിക്കുന്നത്? പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോയാ മതി. പറയാൻ എനിക്ക് സൗകര്യമില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാനേ എനിക്കറിയാം. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ സ്വന്തം വീടിനകത്തുള്ളവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമോ? അതിനുള്ള ചങ്കൂറ്റം ഉണ്ടോ തനിക്ക്? ഞാൻ എന്താടി പറയിപ്പിക്കണ്ടേ? നിത്യ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞുണ്ടല്ലോ ആ വീട്ടില്, ആദി. അവന്റെ അച്ഛൻ ആരാ? ഹരി. നിത്യയുടെ കുഞ്ഞ് അച്ഛൻ ഹരി. ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാരും കൂടെ നിന്നെ പൊട്ടം കളിപ്പിക്കാന്ന്. നീ വലിയ ആണാണെന്ന് പറയുന്നവനല്ലേ? വീടിനകത്ത് ചെന്ന് നിന്റെ അനിയത്തി ജ്യോതിയോട് ചോദിച്ചു നോക്ക്, ആദി ആരുടെ മകനാണെന്ന്. ജ്യോതിയുടെ മകനാണ് ആദി. കല്യാണം കഴിച്ചിട്ടില്ലാത്ത നിന്റെ പെങ്ങളുടെ മകൻ. എന്താ നീ പറഞ്ഞേ? എന്താ നീ പറഞ്ഞേ? എന്താ നീ പറഞ്ഞേ? ഈ ശൗര്യം നീ എന്റെ അടുത്തല്ല കാണിക്കേണ്ടത്. ഇത്രയും കാലം നിന്നോട് നുണ പറഞ്ഞു നിന്റെ അമ്മയോടാ, നിന്റെ ഭാര്യയോടാ, നിന്റെ അനുജത്തിയോടാ. വീണേ, അനിയത്തിക്ക് പിഴച്ചുണ്ടായ കുഞ്ഞിനെ നിന്റെ ഭാര്യ പ്രസവിച്ചതാണെന്നും അതിനുത്തരവാദിയായ വേറൊരാളുണ്ടെന്നും പറഞ്ഞു പറ്റിച്ച നിന്റെ അമ്മയില്ലേ, അവരുടെ കഴുത്തിനാടാ പിടിക്കേണ്ടത്. ചെന്ന് ചോദിക്കേ. സത്യമല്ലെന്ന് പറഞ്ഞാ തെളിവ് ഞാൻ തരാം, ഈ വീണ തരാം. ഞാൻ ചോദിക്കും. നീ പറഞ്ഞ തെറ്റാണെങ്കിൽ പിന്നെ നിന്നെ ഭൂമിയിൽ വെച്ചേക്കില്ല, കേട്ടോടി വീണേ.
ഈ വീട്ടില് തീയും പുകയും മാത്രമേ ഉണ്ടാവൂ. കുറച്ചു കാലം എന്നെ ഒറ്റപ്പെടുത്തി സുഖിച്ചതല്ലേ. അമ്മയും മക്കളും എല്ലാം ഒന്ന് അനുഭവിക്കട്ടെ. ജ്യോതി! ജ്യോതി! എന്തായിട്ടാ സാർ എന്നാ ആദ്യം ആരുടെ കുഞ്ഞാ? അമ്മ ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ആദ്യെ പ്രസവിച്ച അമ്മ ആരാ? അമ്മ എന്നോട് പറഞ്ഞത് ആദ്യം നിത്യയുടെ മകനാണെന്ന്. ഹരിക്കും നിത്യയ്ക്കും ഉണ്ടായ മകനാണെന്ന്. അത് സത്യമാണോ? ആണോ? ആദി നിന്റെ മകനാണോ? വിവാഹം കഴിക്കാതെ നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചോടി. ആരുടെ കുഞ്ഞിനെ? എങ്ങനെയത് സംഭവിച്ചേ? ആരാടി അതിന് ഉത്തരവാദി?